മുനമ്പം വിഷയത്തിൽ നേരിട്ട് പ്രശ്നപരിഹാരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ബിഷപ്പ് വർഗീസ് ചക്കാലക്കലുമായി പാണക്കാട് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തി. കാലതാമസം കൂടുന്തോറും വിഷയം സങ്കീർണമാകും. ഉടൻ പ്രശ്നപരിഹാര യോഗമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ പറയാവുന്നല്ലോ, അത് കാലതാമസം കൂടുന്തോറും അതിൻ്റെ സങ്കീർണത വർദ്ധിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് അഭിമന്യ പിതാക്കന്മാരുമായൊക്കെ ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവച്ചത്. ഈ വിഷയത്തിൽ പിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത്, ഈ വിഷയത്തിൽ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഗവൺമെൻറ്റാണത് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെൻറ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. മുനമ്പം മതപ്രശ്നമല്ലെന്നും മാനുഷിക പ്രശ്നമാണെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 600-ലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. അതിലേക്ക് ആർക്കാണ് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കേണ്ട ഉദ്ദേശം ഉള്ളത് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. 18 ഏതായാലും ഒരുപാട് ബിഷപ്പ്മാരാണ് ഇന്നിവിടെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് ചർച്ച നടത്തിയത്. അത് ചെറിയ കാര്യമാണോ? പ്രശ്നപരിഹാരം. എന്നിട്ടും ഞങ്ങൾ പറയുന്നത് സർക്കാരുമായിട്ട് സഹകരിക്കുന്നതാണ് ഈ വിഷയം പരിഹരിക്കാൻ. പ്രതിപക്ഷ നേതാവ് ആയിട്ടും ഞങ്ങൾ സംസാരിച്ചു, മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സർക്കാരുമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചു പോട്ടെ. കമ്മ്യൂണൽ ഡിവൈഡും വർഗീയതയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയാൻ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞോലും മോശമാവുള്ളൂ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ദേവൻ MP ചേരുകയാണ്. ദേവൻ, മുനമ്പം വിഷയം എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ BJP കൈകാര്യം ചെയ്തത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രശ്നപരിഹാരത്തിനായി മുൻകൈ എടുക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ വേണം വിലയിരുത്താൻ? ലക്ഷ്മി, തീർച്ചയായും മുനമ്പം ഭൂമി തർക്കത്തിലൊരു സമവായ നീക്കവുമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ടെത്തിയിരിക്കുന്നത്. മുൻപ് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന കാലതാമസത്തെപ്പറ്റി മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ കാലതാമസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലത്തീൻ മെത്രാൻ സമിതിയുമായി ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു രാഷ്ട്രീയ മാനം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു വിഷയം, മുനമ്പം ഭൂമി വിഷയത്തിൽ വർഗീയ ശക്തികൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്നും അത് ഈ വർഗീയ ശക്തികൾ എത്രത്തോളം ഈ വിഷയത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ ഇരു വിഭാഗങ്ങളും നേരത്തെ തന്നെ സൂചിപ്പിച്ചതായിരുന്നു. നേരത്തെ തന്നെ ലത്തീൻ രൂപതയും ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി മെത്രാൻ സമിതിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വൈകുന്നേരം ബിഷപ്പ് ഹൌസിൽ വെച്ചിട്ട് വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൌസിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നും പാണക്കാട് ഷിഹാബ് സാദിഖ് അലി തങ്ങളും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയും മുഹമ്മദ് ഷായും ഒപ്പം തന്നെ മുനമ്പത്ത് സമരം ചെയ്യുന്ന അവരുടെ പ്രതിനിധികളും അടക്കമായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടുനിന്നിട്ടുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ലീഗ് നേതൃത്വം മാധ്യമങ്ങളോടും ഇക്കാര്യം സംസാരിച്ച് സൂചിപ്പിച്ചത് ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം, ഒരു രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതും ഒപ്പം തന്നെ ഈ മുനമ്പം നിവാസികൾ
കേസുകൾക്ക് പിന്തുണ അറിയിച്ചതിൽ സന്തോഷമുള്ളതായും ഈ ലത്തീൻ രൂപത നേതൃത്വവും നമ്മളോട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഗീയ ശക്തികളെല്ലാം തന്നെ BJP അടക്കമുള്ള നേതൃത്വം ഈ ഒരു വിഷയം പല തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഒരു ക്യാമ്പയിനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നേരിട്ട് മുനമ്പത്തെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ കാലതാമസം എടുക്കുന്നത് ഇത് വർഗീയ ശക്തികൾക്ക് അതൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. UDF-ഉം ഒപ്പം തന്നെ ഈ ഒരു വിഷയം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന കാലതാമസം വർഗീയ ശക്തികൾ അതിന് മുതലെടുപ്പിന് ഒരു വഴിയൊരുക്കും. ആ ഒരു അവസരം ഇല്ലാതാക്കണം എന്നുള്ള ഒരു ആവശ്യമെല്ലാം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും 22-ാം തീയതി സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു നിലപാട് കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എടുക്കുന്ന നിലപാട് കൂടി ലീഗ് നേതൃത്വം ഒപ്പം തന്നെ രൂപത ബിഷപ്പുമാരും ഈ ഒരു ഇന്നെടുത്ത ചർച്ചയിലെടുത്ത തീരുമാനം കൂടി സർക്കാരിനെ അറിയിക്കുമെന്നാണ് നമ്മൾക്ക് കരുതുന്നത്. ഈ ഒരു അഭിപ്രായത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും 22-ാം തീയതി ചേരുന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മുൻപം വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുക. ലക്ഷ്മി, കൊച്ചിയിൽ നിന്ന് ദേവൻ MP.